എല്ലാവർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും അവർ ക്ലോസ് ഫ്രണ്ട് ഗെറ്റിംഗ് മാരീഡ് സൂൺ. എനിക്കും അതേ ഫീലിംഗ് ആയിരുന്നു. യെസ്, ഇറ്റ്സ് ഹർ ഹൽദിയുടെ. ഇവരാണ് ചങ്കിന്റെ ഓൺ പ്രൊഡക്ഷൻ. ഇതാണ് അവന്റെ മാതാശ്രീ, സ്വന്തമായി സേറ എന്ന് പറയുന്ന ഫാത്തിമ, അതായത് ഫാത്തിമ സേറ. ഇത് കാണുമ്പോൾ എന്നെ ഓടിക്കൂല എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങളുടെ മൂവർ സംഘത്തിലേക്ക് 8ാം ക്ലാസ് ആയപ്പോൾ കയറി വന്ന ഒരാളാണ് കൃഷ്ണൻ. കൃഷ്ണന്റെ ഞങ്ങളുടെ കൂടെ 2 വർഷം ഉണ്ടായിരുന്നു, 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും. പിന്നെ 10 ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാം പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് വരുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേരെയും 2 ആക്കിയിട്ട് 2 ക്ലാസ്സിലേക്ക്. അതിന്റെ ഇതിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ട് എന്ന് വെച്ചാൽ പ്ലസ് 1 ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു സ്കൂളിൽ സെയിം സ്ട്രീമിൽ അഡ്മിഷൻ കിട്ടി, സയൻസിൽ. ബട്ട് സ്റ്റിൽ ദ വൈബ് റിമെയിൻസ് സെയിം. അന്ന് മുതൽ ഇന്ന് വരെയും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഈ 4 സംഘത്തിൽ ഒരാൾ മിസ്സിംഗ് ആണ്. മാമനോടൊന്നും തോന്നല്ലേ? 2 ദിവസം കൊണ്ട് തട്ടിക്കൂട്ടി ഒരു ഡാൻസ് എങ്ങനെയൊക്കെയോ ചൊപ്പിച്ച്, ബട്ട് വി ആർ വെരി ഹാപ്പി. സംഭവം ഒന്ന് കളറാക്കാൻ വേണ്ടി ടീച്ചർ പാടാൻ റെഡിയായി. കറക്റ്റ് ടൈമിൽ കറണ്ട് പോയി. ആ ചെസ് നമ്പർ ശരിക്കും എനിക്ക് വരേണ്ടതായിരുന്നു ഓർത്തിട്ട് എനിക്ക് ചെറിയൊരു ആശ്വാസമായി. സോറി ചേട്ടാ. ബാലൻസ്ഡ് ഫുഡിൽ ഇടയ്ക്കൊരു ഹെവി മീൽസ് അത്യാവശ്യം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സന്തോഷമായിരുന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവിടെ വെഡിങ് ആവും. പക്ഷെ മറ്റൊരു വെഡിങ്ങിനും എനിക്ക് ഇതുപോലൊരു എക്സൈറ്റ്മെന്റ് വന്നിട്ടില്ല. ക്ലോസ് ഫ്രണ്ടിന്റെ വെഡിങ് അല്ലേ, അതുകൊണ്ടായിരിക്കാം.